ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. SSLC മാത്തമാറ്റിക്സ് ഓണം എക്സാം സ്പെഷ്യൽ 200 ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പാർട്ട് 3 ആണിത്. ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ നിന്നുമുള്ള 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് 31 to 45. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ 31ാമത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, എന്താണ്? കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക, n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2. ഇനി n ഒറ്റ സംഖ്യകളുടെ തുക, n ഓഡ് നമ്പർ സം, എന്തായിരിക്കും? n സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, n ഇരട്ട സംഖ്യകളുടെ തുക, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഉത്തരം ബി. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് കാണിക്കണോ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒറ്റ സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത് 1, 3, 5, 7 ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാം പദം 1 ആണ്. പൊതുവ്യത്യാസം 3 - 1 2 എന്ന് കിട്ടും. n-ാം പദം എന്തായിരിക്കും? dn പ്ലസ് f മൈനസ് d. അപ്പോൾ 2n പ്ലസ് 1 മൈനസ് 2, 2n മൈനസ് 1. ഇനി n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം n/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് n-ാം പദം. ഒന്നാം പദം ഇവിടെ 1 പ്ലസ് n-ാം പദം 2n മൈനസ് 1. അപ്പോൾ n/2 ഇൻറ്റു 1 മൈനസ് 1 ക്യാൻസലായി, 2n, 2ഉം 2ഉം ക്യാൻസലായി, n സ്ക്വയർ. ആദ്യത്തെ n പദങ്ങളുടെ തുക n സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 32ാമത്തെ ചോദ്യം നോക്കൂ. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ വൃത്തത്തെ ഡാഷ് ചാപങ്ങളായി ഭാഗിക്കുന്നു. Any 2 points on a circle divide the circle into how many arcs? അപ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങനെ ഒരു വൃത്തം, ഇതിൽ ഏത് 2 ബിന്ദുക്കളും എടുത്തു കഴിഞ്ഞാൽ ഇവയെ നമുക്ക് എന്താണ്? ഇതാ, ഒരു ഭാഗം 2 ഭാഗമായിട്ട് ഭാഗിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഭാഗത്തെ നമ്മൾ എന്താണ്? ഒരു ഭാഗത്തിന്റെ ചാപം, പിന്നെ ഉള്ളത് മറുചാപം. മറുചാപം ഇവിടെ പറയുമ്പോൾ എന്തായിരിക്കും? മൈനർ ആർക്ക്, അതുപോലെ മേജർ ആർക്ക്, ഇങ്ങനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ആർക്ക് ആൻഡ് ഓപ്പോസിറ്റ് ആർക്ക്, അങ്ങനെയും പറയും. ഓക്കെ, അപ്പോ 2 ചാപങ്ങളായും ഭാഗിക്കുന്നു. 33ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 18. ഞാനിവിടെ x 5 18. പൊതുവ്യത്യാസം 4. ഇതിന്റെ 1-ാം പദം കണക്കാക്കുക. 1-ാം പദം നമുക്ക് എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുന്നത്? x4, x3, x2, x1. അപ്പൊ ഇവിടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ 5th ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 4 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ x5
മൈനസ് 4d. ഓക്കെ, x5 18 മൈനസ് 4 ഇൻറ്റു 4 18 മൈനസ് 16 2 എന്ന് കിട്ടി. അതാണ് ഇവിടെ കിട്ടിയ ഒന്നാം പദം 2. ഓക്കെ, ഇനി 34-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമചതുരം സ്ക്വയർ അതിൻ്റെ 4 വശങ്ങളുടെയും ABCD ഈ 4 വശങ്ങളുടെയും എന്താണ് മധ്യബിന്ദുക്കൾ, മിഡ് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, EFGH എന്ന് മാർക്ക് ചെയ്യാം. മിഡ് പോയിന്റ്സ് യോജിപ്പിച്ച് പുതിയൊരു സ്ക്വയർ സമചതുരം വരയ്ക്കുന്നു. ഇനി വലിയ സമചതുരത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ചെറിയ സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ EGHF ഈ 2 ഡയഗണൽസ് അല്ലെങ്കിൽ വികർണങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? അങ്ങനെ വരച്ചാൽ നമ്മുടെ വലിയ സമചതുരം 1 2 3 4 5 6 7 8 8 തുല്യ ത്രികോണങ്ങളായി ഭാഗിക്കപ്പെടും. ABCD എന്താണ്, 8 തുല്യ ത്രികോണങ്ങളായി ഭാഗിക്കപ്പെടും. The square ABCD is divided into 8 equal triangles. ഇനി ഈ 8 എണ്ണത്തിൽ 4 എണ്ണം എന്തായിരിക്കും? നമ്മുടെ EFGHന്റെ ഭാഗമാണ്. 4 എണ്ണം EFGHനുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് A എന്നെടുത്താൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് A ആയാൽ നമുക്ക് വലിയ ചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ABCD ഏരിയ 8A അല്ലേ, 8 എണ്ണം. ഇനി EFGHന്റെ ഏരിയ EFGH അതിന്റെ പരപ്പളവ് 4A. ഇനി നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ അത് EFGHൽ വരാനുള്ള സാധ്യത 4A/8A. അപ്പം നമുക്ക് 1/2 എന്ന് കിട്ടും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പക്ഷേ ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ വലിയ സമചതുരത്തിന് 8 ത്രികോണവും 8 തുല്യ ത്രികോണങ്ങളും ചെറിയ സമചതുരത്തിന് 4 തുല്യ ത്രികോണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഉള്ളിലെ സമചതുരത്തിന്റെ ഏരിയ പരപ്പളവ് വലിയ സമചതുരത്തിന്റെ പകുതിയാണ്. ഇന്നർ സ്ക്വയർ ഏരിയ ഈസ് ഹാഫ് ഓഫ് ഔട്ടർ സ്ക്വയർ ഏരിയ. ആയതുകൊണ്ട് സാധ്യത പ്രോബബിലിറ്റി സമം 1/2. ഓക്കെ, 35-ാമത്തെ ചോദ്യം നോക്കൂ. വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ 140 ഡിഗ്രിയാണ്. ഇവിടെ ഒരു വൃത്തം, അതിൽ ഞാനൊരു ചാപം വരയ്ക്കുകയാണ്.
ചാപം മാർക്ക് ചെയ്യുകയാണ്. എ ബി ആർക്ക് മാർക്ക് ചെയ്തു, എ ബി. ഇനി അതിൻ്റെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 140, ഇത് 140 ഓക്കെ. ഇനി ചോദ്യം എന്താണ്? സെൻട്രൽ ആംഗിൾ ഈസ് 140. മറുചാപത്തിലെ ബിന്ദുവിലുണ്ടാകുന്ന കോൺ എത്ര? ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക്. ഇവിടെ ഒരു പി മാർക്ക് ചെയ്താൽ എ പി ബി എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. മറുചാപത്തിലെ കോൺ ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. 140/2 70. അപ്പൊ ഇത് 70 എന്ന് കിട്ടും. ഓക്കെ. അതേ ചാപത്തിലെ ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര? അപ്പൊ ഇവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്നു, ക്യൂ. ഇനി എ ക്യൂ ബി എത്രയായിരിക്കും? അതെന്താണ്? ഒരു മറുചാപത്തിലെ കോൺ പ്ലസ് ഈ ചാപത്തിലെ കോൺ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് 180 മൈനസ് 70 110 എന്ന് കിട്ടും. ഓക്കെ. അതേ ചാപത്തിലെ കോൺ എന്ന് പറയുമ്പോൾ 180 മൈനസ് മറുചാപത്തിലെ കോൺ. ഓക്കെ. 180 മൈനസ് ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക്. ഓക്കെ. ഇത് ഓർത്ത് വെച്ചാൽ 180 മൈനസ് 70 110 എന്ന് കിട്ടും. എക്സാമിന് ഇതുപോലെ ചിത്രം വരച്ച് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. 36ാമത്തെ ചോദ്യം നോക്കൂ. 6, 11, 16 എന്ന സമാന്തര ശ്രേണിയിൽ 101 101 ഒരു പദമാണോ? ഈസ് 101 ഈസ് ഇൻ ദിസ് സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇതിലുണ്ടോ എന്ന് കാണാൻ എന്ത് ചെയ്യാ? 101 മൈനസ് ഫസ്റ്റ് ടേം 6 ബൈ ഇതിലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 11 മൈനസ് 6 5. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കിവിടെ 101 നിന്നും 6 പോയി കഴിഞ്ഞാൽ 95 ബൈ 5 എത്രയാ? 19 എന്ന് കിട്ടും അല്ലേ? 19 5 95. അപ്പൊ ഇതെന്താണ്? ഒരു പൂർണ്ണസംഖ്യ, ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് 101 ഇതിലുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പോ ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാം പദം 6 എന്ന് എഴുതി, പൊതുവ്യത്യാസം 11 മൈനസ് 6 5 എന്ന് എഴുതി. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 101 ആണ്. അപ്പോൾ പദമാറ്റം 101 മൈനസ് 6 95. ഓക്കെ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 19. അപ്പം അതെന്താണ്? നിശേഷം ഹരിക്കാം. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ 95. അത് എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസത്തിൻ്റെ ഒരു ഗുണിതമാണ്. 19 × 5 95. അതുകൊണ്ട് ഇത് ശ്രേണിയിലുള്ള പദമാണ്. എത്രാമത്തെ പദമായിരിക്കും? അത് 20ാമത്തെ പദമായിരിക്കും. ഓക്കെ. കാരണം ഇതിനോട് കൂടി ഒന്ന് കൂട്ടണം. നമുക്ക് പദങ്ങളുടെ എണ്ണം കാണണം എന്നുണ്ടെങ്കിൽ എന്താണ്? എന്നാം പദം മൈനസ് ഒന്നാം പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 വേണം. ഇവിടെ നമ്മൾ xn മൈനസ് x1/d വരെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊരു പൂർണ്ണസംഖ്യയാണെങ്കിൽ ഒന്നുകൂടി കൂട്ടിയാൽ അത് എത്രാമത്തെ പദമാണെന്ന് കിട്ടും. ഓക്കെ.
ഇനി 101 പകരം 103 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. 103 ആണെങ്കിൽ 103 മൈനസ് 6. അപ്പൊ എത്ര കിട്ടും? 97 കിട്ടും. ഇനി ഞാൻ 97നെ 5 കൊണ്ട് ഹരിക്കുകയാണ്. 97നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 5 47. 47ല് 9 പ്രാവശ്യം. 9 5 45. ഇവിടെ സിസ്റ്റം 2 വന്നു, റിമൈൻഡർ വന്നു. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയിൽ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല. ഓക്കെ, 101 ഉണ്ട്. ഇനി ഈ ചോദ്യം നോക്കൂ. 1 2 3 എന്ന അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും കടലാസിൽ എഴുതിയിരിക്കുന്നു. 2-digit numbers are formed using digits 1 2 3 without repetition. അപ്പൊ ഞാനിവിടെ 1 എന്നെടുത്താൽ അത് പിന്നെ എന്ത് വരാൻ പാടില്ല? ഇവിടെ 1 വരാൻ പാടില്ല. അപ്പോൾ 1 2 3 രണ്ടക്കം ഉണ്ടാക്കാൻ വീണ്ടും നമുക്ക് എന്ത് വേണം? 1 2 3 വേണം. ഇവിടുന്ന് ഞാൻ 1 എടുത്താൽ 1 വരാൻ പാടില്ല. 12 വരാം, 13 ആവാം, 21 ആവാം, 22 ആവാൻ പാടില്ല, 23 ആവാം, 31 ആവാം, 32 ആവാം, 33 ആവാൻ പാടില്ല. അപ്പോൾ ഉണ്ടാക്കാവുന്ന സംഖ്യകൾ, ഓക്കെ, ദ പോസിബിൾ നമ്പേഴ്സ് എഴുതുക 6 എണ്ണം. അതാണ് ആദ്യത്തെ പാർട്ട്. സംഖ്യ ഇരട്ട അല്ലല്ല, ഓക്കെ, അതിൽ നിന്നും ഇനി ഒന്നാമത്തെ ഭാഗം നോക്കൂ. സംഖ്യ ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. ഇതിൽ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 12, 32. ഈവൻ നമ്പേഴ്സ് 2 എണ്ണം, 2. ഓക്കെ, അപ്പോൾ സാധ്യതയാണ് വേണ്ടത്. പോസിബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഈക്വൽ ടു അനുകൂല സാഹചര്യങ്ങൾ 2 ആകെ 6. അപ്പോൾ 1/3. ഇനി സംഖ്യ 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. അപ്പൊ നമ്മള് ഈ സംഖ്യകളിൽ 12 3ന്റെ ഗുണിതമാണ്, അതോടെ എഴുതി വെച്ചു. 13 അല്ല, 21 ആണ്, അതോടെ എഴുതി വെച്ചു. 23, 31, 32 ഒന്നുമില്ല. 3ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 3, 12 and 21. അപ്പോൾ ഇതില് നമ്പേഴ്സ് 2, കൗണ്ട് 2 എണ്ണം. അപ്പോൾ സാധ്യത അനുകൂല സാഹചര്യം 2 ആകെ സംഖ്യകൾ 6, 1/3 എന്ന് കിട്ടും. ഇങ്ങനെ ആലോചിച്ച് എഴുതുക. ഇനി 38ാമത്തെ ചോദ്യം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ഓക്കെ, O is the center of circle. കോൺ OBC 30 ഡിഗ്രി. OBC ഇത് 30 ഡിഗ്രി. OAC 20 ഡിഗ്രി. OAC 20 ഡിഗ്രി. OCA എത്ര? OCA ഇതെത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് നമ്മുടെ ഈ ത്രികോണം എടുക്കാം. ത്രികോണം OAC. അതിൽ OAയും OCയും എന്താണ്? ആരങ്ങളാണ്, റേഡിയസ് ആണ്. അതുകൊണ്ട് OA ഈക്വൽ ടു OC. 2 സൈഡ് തുല്യമായ ത്രികോണത്തിന് നമ്മൾ എന്ത് പറയും? സമപാർശ്വ ത്രികോണം.
ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഒ എയുടെ ഓപ്പോസിറ്റ് ആണ് ആര്? നമ്മുടെ ഒ സി എ. അപ്പോൾ ഒ സി എ എന്ന കോണും ഇതിന് ഓപ്പോസിറ്റ്. ഇനി ഒ സിക്ക് എതിരെ കിടക്കുന്നത് ആരാണ്? കോണ്. ഒ സിക്ക് എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഒ എ സി. ഇത് രണ്ടും തുല്യമാണ്. ഒ എ സി 20 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒ സി എ 20 ആയിരിക്കും. ഓക്കെ, ത്രികോണം ഒ എ സി. അതേപോലെ ഇവിടെ ഒ ബി സി എടുത്താൽ ഒ ബി, ഒ സി ഇവ ആരങ്ങൾ, റേഡിയസ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണ്, ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒ സി എ സമം ഒ എ സി എന്ന് കിട്ടി. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഒ സി ബി എത്ര? ഒ സി ബി അതും എന്തായിരിക്കും? ഒ സി ബി ഈക്വൽ ടു ഒ ബി സി. അപ്പൊ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇത് 20, ഇത് 30. ഓക്കെ, കോൺ എ സി ബി എത്ര? എ സി ബി സിമ്പിൾ, അത് എന്തായിരിക്കും? ഒ സി എ പ്ലസ് ഒ സി ബി. അപ്പോൾ 20 പ്ലസ് 30 50 ഡിഗ്രി. ഇനി ചോദിച്ചിരിക്കുന്നത് കോൺ എ ഒ ബി കേന്ദ്ര കോൺ എത്ര? സെൻട്രൽ ആംഗിൾ കോൺ എ ഒ ബി. അപ്പൊ നമുക്കിവിടെ ഇതാണ് എ ഒ ബി. ഓക്കെ, ഇതാണ് എ ഒ ബി. നമുക്കറിയാം എ ഒ ബി കിടക്കുന്നത് എ ബി എന്ന ആർക്കാണ്. എ ബി എന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോണാണ് എ ഒ ബി. അതുകൊണ്ട് മറുചാപത്തിലുള്ള കോൺ എ സി ബി അതിന്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, കോൺ എ ഒ ബി ഈക്വൽ ടു 2 ഇൻറ്റു കോൺ എ സി ബി. അപ്പൊ നമുക്ക് ഇവിടെ 100 എന്ന് കിട്ടും. ഇതിനുള്ള കാരണം മറുചാപത്തിലെ കോണിന്റെ 2 മടങ്ങാണ് കേന്ദ്ര കോൺ. സെൻട്രൽ ആംഗിൾ ഈസ് ട്വൈസ് ദി ആംഗിൾ ഇൻ ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ, അത് വേണമെങ്കിൽ എഴുതി വയ്ക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 4 മാർക്ക് കിട്ടും. മുപ്പത്തിയൊമ്പതാമത്തെ ചോദ്യം. 2, 5, 8 സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണക്കാക്കുക. കൂട്ടുകാരെ, 15 പദങ്ങളുടെ തുക കാണാൻ എന്താണ് സമവാക്യം? യെസ്, 15 സമം n/2. 15/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 15ആം പദം. ഓക്കെ, ഒന്നാം പദം 2 പ്ലസ് 15ആം പദം നോക്കണം. അപ്പോൾ 15ആം പദം എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാം പദം പ്ലസ് 14 പൊതുവ്യത്യാസം 14d. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാം പദം 2 പ്ലസ് 14 ഇൻറ്റു പൊതുവ്യത്യാസം 5 മൈനസ് 2 d. 5 മൈനസ് 2 3 എന്ന് കിട്ടും. 14 ഇൻറ്റു 3. അപ്പോ 14 ഇൻറ്റു 3 42 പ്ലസ് 2 44. അപ്പോൾ എസ് 15 15/2 ഇൻറ്റു 2 പ്ലസ് 44
അപ്പം നമുക്ക് 15/2 ഇൻറ്റു 46. അപ്പം നമുക്ക് ഇത് 15 ഇൻറ്റു 23, 15 3 45, 4 15 2 30, 34, 345. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി നോക്കൂ. ഒന്നാം പദം f ഈക്വൽ ടു 2, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d ഈക്വൽ ടു 5 - 2 3. n എന്ന് പറയുന്നത് 15. ഇനി 15-ാം പദം സമം ഇങ്ങനെയും ചെയ്യാം, dn പ്ലസ് f മൈനസ് d, അല്ലെങ്കിൽ ഒന്നാം പദം പ്ലസ് 14 പൊതുവ്യത്യാസം. അപ്പോൾ 3 ഇൻറ്റു n 15 പ്ലസ് f 2 മൈനസ് d 3. അപ്പോൾ 45 മൈനസ് 1 44. ഓക്കെ, ഇത് കിട്ടി. ഇനി S15 ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് x15. അപ്പോൾ 15/2 ഇൻറ്റു 2 പ്ലസ് 44, 345 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യം പരീക്ഷയ്ക്കുണ്ടാവും. ഇനി 40-ാമത്തെ ചോദ്യം. 40-ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ ബാഗിൽ 3 ചുവപ്പും 3 ചുവപ്പും 7 പച്ചയും മുത്തുകളുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാഗിൽ 8 ചുവപ്പും 7 പച്ചയും മുത്തുകൾ ബീഡ്സ് ഉണ്ട്. ഓക്കെ, രണ്ടിൽ നിന്നും ഓരോ മുത്ത് എടുക്കുന്നു. ഇതൊന്നും ഒരെണ്ണം എടുക്കണം, ഇതൊന്നും ഒരെണ്ണം എടുക്കണം. അപ്പൊ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ആകെ എത്ര ജോഡികൾ ഉണ്ടാവുമെന്ന് നോക്കിയാലോ. ഇതിലെ ഒരെണ്ണത്തിന് ഇവിടെ 15 ജോഡികൾ ഉണ്ടാക്കാം അല്ലേ? അതുകൊണ്ട് 10 എണ്ണത്തിന് 10 ഇൻറ്റു, ഇവിടെ 10 എണ്ണം, ഇവിടെ 15 എണ്ണം, 10 ഇൻറ്റു 15 150 ജോഡികളായിരിക്കും ആകെ ഉണ്ടാവുക. നമ്മൾ എഴുതി വെക്കുകയാണ്. ടോട്ടൽ പെയേഴ്സ്, ആകെ ജോഡികൾ 10 ഇൻറ്റു 15 150 എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചുവപ്പ് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ? റെഡ് പ്രോബബിലിറ്റി ഹയർ ഇൻ വിച്ച് ബാഗ്? അപ്പൊ നമുക്ക് ഒന്നാമത്തെ സഞ്ചിയിൽ നിന്നും ചുവപ്പ് കിട്ടാനുള്ള സാധ്യത, അപ്പൊ നമുക്ക് ബാഗ് 1-ല് P ബ്രാക്കറ്റിൽ ഞാൻ R എഴുതുന്നു. അതിന്റെ അർത്ഥം റെഡ് കിട്ടാനുള്ള സാധ്യത. ഇതില് റെഡ് എത്ര എണ്ണമുണ്ട്? 3 ബൈ ആകെ എത്ര എണ്ണമുണ്ട്? 10, 3/10. ഇനി രണ്ടാമത്തെ ബാഗ്, സഞ്ചി 2, പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ, പച്ച കിട്ടാനുള്ള സാധ്യത. നമുക്ക് പച്ചയല്ല ചുവപ്പാണ് വേണ്ടത്. രണ്ടാമത്തെ ബാഗിൽ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 8/15. ഇനി നമുക്ക് ഇതിൽ ആരാണ് വലുത് എന്ന് നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 15 കൊണ്ട് 3-നെ ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 45/10 ഇൻറ്റു 15 150. രണ്ടിനെയും ഗുണിക്കണം. ഓക്കെ, ഇത് 150 ആവണമെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ ഇതിന് നമുക്ക് 8 ഇൻറ്റു 10 80/15 ഇൻറ്റു 10 150. ഇനി ഇവിടെ ആരാണ് വലുത്? 45/150 ചെറുതാണ് 80/150. അതായത് ഇതാണ് വലുത്. അപ്പോൾ ചുവപ്പ് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ? രണ്ടാമത്തെ സഞ്ചിയിൽ. ഓക്കെ,
അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാഗ് 1 അതിൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 3/10 0.3 എന്ന് എഴുതി. രണ്ടാമത്തെ ബാഗ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 8/15. അതിനെ ഇവിടെ എന്ത് ചെയ്തു? ദശാംശമായിട്ട് എഴുതി, ഡെസിമൽ ഫോമിൽ എഴുതി 0.53 എന്ന് കിട്ടും. നമ്മൾ അതിന് പകരം ഇങ്ങനെ ചെയ്തു. ഇതല്ലേ എളുപ്പം. അപ്പോൾ ഇവിടെ സഞ്ചി 2-ൽ ചുവപ്പ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇനി രണ്ടും ചുവപ്പാകാനുള്ള സാധ്യത എത്ര? നമ്മൾ ഇവിടെ ആകെ ജോഡികൾ 10 × 15 150 ആണെന്ന് കണ്ടെത്തി. ഈ രണ്ടും ചുവപ്പാകാനുള്ള സാധ്യത ഇവിടെ നമുക്ക് എത്ര ചുവപ്പുണ്ട്? 3 എണ്ണം. ഇവിടെ എത്ര ചുവപ്പുണ്ട്? 8 എണ്ണം. അപ്പൊ ഇതിൽ ഒരെണ്ണത്തിന് 8 ജോഡി ഉണ്ടാക്കാം. അടുത്ത 8-നും 8 ജോഡി, പിന്നത്തതിനും 8 ജോഡി, അങ്ങനെ 3, 8 24 ചുവപ്പ് ജോഡികൾ ഉണ്ടാവും. അപ്പോൾ രണ്ടും ചുവപ്പാകുന്ന ജോഡികൾ ബോത്ത് റെഡ് 3 × 8 24 പെയേഴ്സ്, 24 ജോഡികൾ. അപ്പൊ ഇനി രണ്ടും ചുവപ്പാകാനുള്ള സാധ്യത. അപ്പൊ നമുക്കിവിടെ പ്രോബബിലിറ്റി, ആദ്യത്തേത് റെഡ്, രണ്ടാമത്തേതും റെഡ്. അപ്പൊ 2R എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് R സമം രണ്ടും റെഡ് വരുന്ന ജോഡികളുടെ എണ്ണം 24 ബൈ ആകെ ജോഡികൾ 150. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ ലഘൂകരിക്കാം. അപ്പൊ നമുക്ക് 2 കൊണ്ട് ആദ്യം ലഘൂകരിക്കാം. 24/150 നമുക്ക് 12/75 എന്ന് എഴുതാം. ഇനി ഇവർ രണ്ടുപേരും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ 4 3 12, ഇവിടെ എത്ര വരിക? 25 3 75, 4/25. ഓക്കെ. ഇനി ഇതിനെ ഹരിക്കാൻ പറ്റില്ല. അപ്പോ 4/25 എന്ന് എഴുതാം. ഓക്കെ. ഇനി 41-ാമത്തെ ചോദ്യം നോക്കിയാലോ. ചിത്രത്തിൽ ABCD ഒരു ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. വികർണങ്ങൾ, അതായത് ഡയഗണൽസ് P-യിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ ഇത് P ആണ്. ഓക്കെ. ഇനി ഇവിടെ കോൺ DBC 30, DBC ഈ ആംഗിള് 30 എന്ന് പറയുന്നുണ്ട്. BAC 50, BAC 50, ABD 40. ഓക്കെ. ഇനി എന്ത് കണ്ടുപിടിക്കണം? DAC എത്ര? DAC എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, DAC എന്ന് പറയുന്നത് എവിടെയാണ്? DC എന്ന ചാപത്തിന്റെ മറുചാപത്തിലാണ്. അപ്പോൾ DACയും അതേപോലെ DBCയും മറുചാപത്തിലെ കോണുകളാണ്. അതെന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇതെത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. കോൺ DACയും കോൺ DBCയും ഒരേ ചാപത്തിലാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. Both angles, both DAC and DBC are in same arc. So
ദേ ആർ ഈക്വൽ. അപ്പം 30 ഡിഗ്രി എന്ന് കിട്ടി. കോൺ ബി സി ഡി എത്ര? ബി സി ഡി. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ എ ബി സി ഡി ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അതുകൊണ്ട് ആംഗിൾ ബി എ ഡി പ്ലസ് ബി സി ഡി 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് കോൺ ബി സി ഡി എത്ര കിട്ടും? 180 മൈനസ് കോൺ ബി എ ഡി. ഇനി കോൺ ബി എ ഡി എത്രയാണ്? 50 പ്ലസ് 30. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോൺ ഡി എ ബി സമം 50 പ്ലസ് 30 80. ഇവിടെ 180 മൈനസ് 80. അപ്പൊ നമുക്ക് 100 എന്ന് കിട്ടും. ബി സി ഡി 100. ഇത് ഡി സി ബി എന്നും പറയാമല്ലോ. ഇനി കോൺ എ ഡി സി എത്ര? എ ഡി സി. ഓ, സിമ്പിൾ. എ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ എ ബി സിയിൽ നിന്നും എ ബി സി 180 നിന്നും കുറച്ചതായിരിക്കും. കോൺ എ ഡി സി സമം 180 മൈനസ് 70. ഓക്കെ, അപ്പൊ നമുക്ക് 110 എന്ന് കിട്ടും. അപ്പൊ അതിനു വേണ്ടി കോൺ ബി 40 പ്ലസ് 30 70 എന്ന് എഴുതി. ഇനി കോൺ എ ഡി സി എന്ന് പറയുമ്പോൾ 180 മൈനസ് കോൺ എ ബി സി. അപ്പൊ നമുക്ക് 180 മൈനസ് 70 110 എന്ന് കിട്ടി. ഓക്കെ, ഇതും ഓർത്ത് വെക്കുക. ഇനി 42ാമത്തെ ചോദ്യം നോക്കൂ. 4, 7, 10 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10. എന്നാം പദം എഴുതുക. എന്നാം പദം നമുക്ക് എഴുതാമല്ലോ. എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഒന്നാം പദം 4. ഇനി പൊതുവ്യത്യാസം 7 മൈനസ് 4 3. അപ്പോൾ ഇവിടെ 4 അല്ല, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി 3n പ്ലസ് എഫ് 4 മൈനസ് ഡി 3. 3n പ്ലസ് 1. ഓക്കെ, ഈ ശ്രേണിയിലെ ഓരോ പദത്തിന്റെ വർഗവും ഈ ശ്രേണിയിലെ പദമാണെന്ന് തെളിയിക്കുക. ഒരു എന്നല്ല, ഓരോന്നാണ് വേണ്ടത് കേട്ടോ. ഈ ശ്രേണിയിലെ ഓരോ പദത്തിന്റെ വർഗവും ഈ ശ്രേണിയിലെ പദമാണെന്ന് തെളിയിക്കുക. പ്രൂവ് സ്ക്വയർ ഓഫ് എനി ടേം ഈസ് ആൾസോ ഇൻ ദ സീക്വൻസ്. അപ്പൊ കൂട്ടുകാരെ, എന്നാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1 കിട്ടുന്നത്. ഇനി ഇതിന്റെ വർഗം എടുത്തു നോക്കൂ. എക്സ് എൻ സ്ക്വയർ 3n പ്ലസ് 1 അതിൻ്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് 3n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് 1 വർഗം. അപ്പോൾ 3 വർഗം 9 ഇൻറ്റു n വർഗം n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6n പ്ലസ് 1. ഇനി ഇത് രണ്ടിൽ നിന്നും നമുക്ക്
3നെ എടുത്താലോ? 3അല്ല, 3n പുറത്തെടുക്കാം. 3 എടുത്താലും മതി, കുഴപ്പമില്ല. 3നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3n² പ്ലസ് 2n, പിന്നെ ഒരു പ്ലസ് 1 അല്ലേ? കാരണം ഇത് 9 ആവണമെങ്കിൽ 3നോട് 3 ഗുണിക്കണം. അപ്പോൾ 3, പിന്നെ ബാക്കിയുള്ളത് n² പ്ലസ് 3 × 2 ആണ് 6, അപ്പോൾ 2n പ്ലസ് 1. ഇത് സമം 3. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. k എന്നോ m എന്നോ എന്തെങ്കിലും കൊടുക്കാം. 3m പ്ലസ് 1. അപ്പോൾ ഇവിടെ പൂർണ്ണവർഗം സ്ക്വയറിനെ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടം 1 ആണ്. അപ്പോൾ xn-ൻ്റെയും xn²-ൻ്റെയും 3 കൊണ്ട് ഹരിച്ചാലുള്ള റിമൈൻഡർ ശിഷ്ടം 1 ആണ്. അതുകൊണ്ട് xn² ഈ ശ്രേണിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് 3m പ്ലസ് 1 എന്ന രൂപത്തിലാണ്. അതിനാൽ വർഗവും ഈ ശ്രേണിയിലെ പദമാണ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണമെങ്കിൽ 1-ാം പദവും 20-ാം പദവും അറിയണം. 20-ാം പദം നമുക്ക് കണ്ടുപിടിക്കാം. x20 സമം, ഇവിടെ n-ന് 20 എന്ന് കൊടുത്താൽ 3 × 20 പ്ലസ് 1 61 എന്ന് കിട്ടും. ഇനി 20 പദങ്ങളുടെ തുക s20 എന്ന് പറയുമ്പോൾ n/2, 20/2 × 1-ാം പദം 4 പ്ലസ് 20-ാം പദം 61. ഇത് 10 × 101, അല്ല സോറി 65. അപ്പൊ നമുക്ക് 650 എന്ന് കിട്ടും. കറക്റ്റ്. ഓക്കെ, ഇത് ത്രൂ പ്രാക്ടീസ് ആണ്. നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതും നമ്മുടെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിൽ സാധ്യത കൂടി വരുന്നുണ്ട്. ഓക്കെ, 10, 15, 20 തുടങ്ങി 95 വരെയുള്ള സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ചെറിയ കടലാസുകളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഓക്കെ, പെട്ടിയിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? ആകെ സംഖ്യകളുടെ എണ്ണം n സമം നമ്മുടെ സീക്വൻസ്, അതിലെ അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം എന്താണ് നോക്കൂ. 10, 15, 20. അപ്പൊ 15 മൈനസ് 10 5. അപ്പൊ ഇവിടെ 85/5. നമുക്ക് n കാണാനുള്ള സൂത്രവാക്യം xn മൈനസ് x1/d പ്ലസ് 1. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ 85/5 പ്ലസ് 1. അപ്പൊ നമുക്കിവിടെ 85/5 17 5 85 പ്ലസ് 1 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പെട്ടിയിൽ ആകെ 18 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പേഴ്സ് 18. ഇത് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. ആദ്യം ഇതിൻ്റെ n-ാം പദം എഴുതുക. n-ാം പദം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? dn പ്ലസ് f മൈനസ് d. അപ്പോൾ d ഇവിടെ 5 ആണ്. 5n പ്ലസ് 10 മൈനസ് 5 5. 5n പ്ലസ് 5 എന്ന് എഴുതി. ഇത് ഇനി n-ാം പദം എന്തായിരിക്കണം? 95 ആയിരിക്കണം. അപ്പോൾ 5n പ്ലസ് 5 95, 5n 90,
അപ്പോൾ n 90/5 18. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓർത്ത് വെക്കുക, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഓക്കെ, അപ്പോൾ ശ്രേണിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും. ഇനി ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്ര? ഇവിടെ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കൂ. ഈവൻ നമ്പേഴ്സ് 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പോൾ 9 എണ്ണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ എണ്ണം, ഇരട്ട സംഖ്യകൾ എന്നിട്ട് സംഖ്യകൾ എഴുതുക, എണ്ണം 9. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത, ഇരട്ട സംഖ്യകളുടെ എണ്ണം 9 ആകെ 18. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടും. പൂർണ്ണവർഗം കിട്ടാനുള്ള സാധ്യത 10 മുതൽ 95. ഇതിനിടയിൽ വരുന്ന പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണ്? ശ്രേണിയിലുള്ള പൂർണ്ണസംഖ്യകൾ. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9 ആണല്ലോ. അപ്പൊ നമുക്ക് 4 സ്ക്വയർ നോക്കാം. 4ന്റെ സ്ക്വയർ 16, പക്ഷെ അത് ഇതിലില്ല. 5ന്റെ സ്ക്വയർ 25, അത് ഇതിലുണ്ട്. 6ന്റെ സ്ക്വയർ 36, 36 ഇതിലില്ല. 5ന്റെ ഗുണിതമാണ് വേണ്ടത്. 7 സ്ക്വയർ 49, ഇല്ല. 8 സ്ക്വയർ 64, ഇല്ല. 9 സ്ക്വയർ 81, ഇല്ല. 10 സ്ക്വയർ 100. ശ്രേണി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ശ്രേണിയിലുള്ള പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ 25 മാത്രമാണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓൺലി 25. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി 1, 25 എന്ന് പറയുമ്പോൾ ഒരെണ്ണമാണ്. 1 ആകെ 18. 1/18. ഓക്കെ, ഇനി 44-ാമത്തെ ചോദ്യം നോക്കൂ. വശങ്ങളുടെ എണ്ണം 3, 4, 5 എന്നിങ്ങനെ കൂടുമ്പോൾ കിട്ടുന്ന ബഹുഭുജങ്ങളുടെ പോളിഗൺസിന്റെ അകക്കോണുകളുടെ തുകകളുടെ ശ്രേണി പരിഗണിക്കുക. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസിന്റെ സീക്വൻസ് പരിഗണിക്കുക. അകക്കോണുകളുടെ തുകകളുടെ ശ്രേണി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈഡ് n ആണെങ്കിൽ, അതായത് വശങ്ങള് n ആണെങ്കിൽ നമ്മുടെ ബഹുഭുജം, അതായത് പോളിഗൺ, അതിലെ അകക്കോണുകളുടെ തുക ഇന്റീരിയർ ആംഗിൾ സം, അത് കാണാൻ നമുക്ക് ഒരു ഫോർമുല, സമവാക്യമുണ്ട്. എന്താണത്? n-2 ഇൻറ്റു 180. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. n സൈഡുള്ള പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾ സമ്മ് n-2 ഇൻറ്റു 180 ആണ്. n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ അകക്കോൺ തുക n-2 ഇൻറ്റു 180 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 3 വശങ്ങളാവുമ്പോൾ 3 - 2 1, 1 ഇൻറ്റു 180, 180. ആ ശ്രേണി പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രേണി സീക്വൻസ് 180, പിന്നെ 2 കൊടുക്കുക,
അപ്പോൾ 4 കൊടുക്കുന്നു. അപ്പോൾ 4 - 2 2 × 180 360. 5 കൊടുത്താൽ 5 - 2 3 3 × 180 540. ഇനി നോക്കിയാൽ 540 + 180 720. ഇനി വീണ്ടും 180 കൂട്ടിക്കഴിഞ്ഞാൽ 900. ഇങ്ങനെ പോകും. അതാണ് നമ്മുടെ അകക്കോണുകളുടെ തുകകളുടെ ശ്രേണി. ഇന്റീരിയർ ആംഗിൾ സീക്വൻസ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ സീക്വൻസ് ഈസ് 180 360 540 720 etc. ഇനി ചോദ്യം നോക്കൂ. ശ്രേണിയിലെ ആദ്യത്തെ 4 പദങ്ങൾ എഴുതുക. ഫസ്റ്റ് 4 ടേംസ് നമ്മൾ എഴുതി കഴിഞ്ഞു. പൊതുവ്യത്യാസം എത്ര? 360 - 180. അപ്പം നമുക്ക് 180. ഓക്കെ, 360 - 180 180. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ബീജഗണിത രൂപം xn = dn + f - d. d 180, n പ്ലസ് f 180 ആണ്, മൈനസ് d 180. അപ്പൊ നമുക്ക് 180n എന്ന് കിട്ടും. ഓക്കെ, ബീജഗണിത രൂപം xn = 180n. ഇനി നമുക്ക് അവസാനത്തെ പാർട്ട് നോക്കാം. അകക്കോണുകളുടെ തുക 3600 ആകുന്ന ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും? അതായത് നമുക്ക് n-ാം പദം, അകക്കോണുകളുടെ തുക എന്ന് പറയുന്നതാണ് നമ്മുടെ പദം അല്ലേ? അപ്പോൾ n-ാം പദം 3600 ആണ് അല്ലേ? ഇനി n-ാം പദത്തിന്റെ ബീജഗണിത രൂപം എന്താണ്? 180n. അപ്പൊ 180n സമം 3600. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഞാൻ ഒരു 0 ആദ്യം വെട്ടിക്കളഞ്ഞു. n സമം 360/18. ഇത് 18 2 36 20. അകക്കോണുകളുടെ തുക 3600 ആകുന്ന ബഹുഭുജത്തിന് 20 വശങ്ങൾ ഉണ്ടായിരിക്കും. So there are 20 sides for a polygon whose interior angle sum is 3600. എവിടെയോ തെറ്റിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ 20 അല്ല ഉണ്ടാവുക. ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സമവാക്യം പറയുന്ന സമയത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? n-2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n-2 × 180 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ n1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദമാണ്. ഒന്നാമത്തെ പദത്തിന് ഇവിടെ എത്ര വശമാണുള്ളത്? 3 വശമുണ്ട്. ഓക്കെ, n1 ആവുന്ന സമയത്ത് 3 വശം, n2 ആവുമ്പോൾ 4 വശം. അപ്പൊ നമുക്ക് ഇവിടെ n എത്രയാണോ കിട്ടുന്നത് അതിനോടുകൂടി 2 കൂട്ടണം. അത് ഞാൻ മറന്നുപോയി. അപ്പൊ ഇവിടെ n2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? n + 2 22 വശങ്ങൾ. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം x1 എന്ന് പറഞ്ഞാൽ 180 എന്നാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദമാണ്. ഒന്നാമത്തെ പദത്തിന് 3 വശങ്ങളാണുള്ളത്. ഓക്കെ, അതുപോലെ n 2-ാം പദത്തിന് 4 വശങ്ങൾ.
അപ്പോൾ പദത്തിന്റെ കൂടെ 2 കൂട്ടിയാൽ മാത്രമാണ് വശങ്ങളുടെ എണ്ണം കിട്ടൂ. ഇവിടെ n എന്ന് പറയുന്നത് പദത്തിന്റെ സ്ഥാനമാണ്. പദത്തിന്റെ സ്ഥാനത്തോട് 2 കൂട്ടണം. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ. അതാണ് 5 മാർക്കിന് ചോദിക്കാൻ കാരണം. ഇനി അവസാനത്തെ ചോദ്യം നോക്കിയാലോ. ഒന്നാമത്തെ പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകളും ആകെ 4 എണ്ണം. രണ്ടാമത്തെ പെട്ടിയിൽ 1, 2, 3 എന്നീ സംഖ്യകളും എഴുതിയ കടലാസുകളുണ്ട്. രണ്ടിൽ നിന്നും ഓരോന്നെടുക്കുന്നു. അപ്പൊ രണ്ടിൽ നിന്നും ഓരോന്നെടുക്കുകയാണെങ്കിൽ ആകെ ജോഡികൾ 4 × 3. അതാദ്യം എഴുതി വെക്കാം. ആകെ ജോഡികൾ ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു 4 × 3 12 എന്ന് എഴുതി വെച്ചു. ഇനി ഗുണനഫലം ഇരട്ട സംഖ്യയാവാൻ പ്രൊഡക്റ്റ് ഈസ് ഈവൻ. ഓക്കെ, അതിനുള്ള സാധ്യത നോക്കിയാലോ. ഇരട്ട സംഖ്യ ആവണം. ഇത് ഗുണനഫലം. എപ്പോഴാണ് ഗുണനഫലം ഇരട്ട സംഖ്യയാവുന്നത്? ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉദാഹരണം 3 × 5 15 ഒറ്റ സംഖ്യയായിരിക്കും. ഒറ്റ സംഖ്യയെ ഇരട്ട സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇരട്ട സംഖ്യയായിരിക്കും. 3 × 2 6. ഇരട്ട സംഖ്യ ഇൻറ്റു ഒറ്റ സംഖ്യ ഒരു 4 × 3 12. അത് ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യയെ ഇരട്ട സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അപ്പോഴും നമുക്ക് ഇരട്ട സംഖ്യ. അപ്പൊ നമുക്കിവിടെ എന്താണ്? ആകെ ഉള്ളതിൽ നിന്നും രണ്ടും ഒറ്റ സംഖ്യ ആവുന്നത് കുറച്ചാൽ പോരെ. അപ്പൊ ഇവിടെ 1ന്റെ കൂടെ 1 ഒരെണ്ണം, 1 3. 2 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ആദ്യത്തേത് ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഗുണിച്ചാലും ഇരട്ട സംഖ്യ ആയിരിക്കും. 3 1. 3 2 പറ്റില്ല. 3 3. 4 ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 4 വെച്ച് നോക്കണ്ട. അപ്പോൾ ഇവിടെ 4 ജോഡികൾ, അവയുടെ ഗുണനഫലം എന്താണ്? ഒറ്റ സംഖ്യയാണ്. അത് കുറയ്ക്കുക. അപ്പൊ 12 - 4 8 എന്ന് കിട്ടും. അല്ലെങ്കിൽ ആ 8 എണ്ണം എഴുതണം. ഓക്കെ. 1 2 പിന്നെ 2 1 2 2 2 3 3 2 4 1 4 2 4 3 അത്രയും എഴുതാം. അപ്പൊ നമുക്ക് ഇരട്ട സംഖ്യ, ഗുണനഫലം ഇരട്ട സംഖ്യ ആവുന്ന ജോഡികളുടെ എണ്ണം 8. അപ്പോൾ സാധ്യത, പ്രോബബിലിറ്റി എന്തായിരിക്കും? 8/12. 4 കൊണ്ട് ഹരിക്കാം. 2/3. ഇനി ഗുണനഫലം അഭാജ്യ സംഖ്യയാകാൻ ഇവിടെ 1 × 1 1 അഭാജ്യ സംഖ്യയല്ല. 1 × 2 അഭാജ്യ സംഖ്യയാണ്. 1 3 അഭാജ്യ സംഖ്യ 3. ഇനി 2 × 1 2 അഭാജ്യ സംഖ്യയാണ്. 2 × 2 പറ്റില്ല. 2 × 3 പറ്റില്ല. 6. 3 × 1 പറ്റും. 3 എന്ന് കിട്ടും. 3 9 പറ്റില്ല. പിന്നെ 4 വെച്ച് വരുന്നത് കൊണ്ട് ഒന്നും പറ്റില്ല. 4 4 8 12 പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഈസ് പ്രൈം 4 എണ്ണം. ഗുണനഫലം അഭാജ്യ സംഖ്യയായ ജോഡികൾ 4 എണ്ണം. അതുകൊണ്ട് പ്രോബബിലിറ്റി, സാധ്യത 4/12. അപ്പോൾ 1/3. ഓക്കെ. ഇനി
തുക 5-ൽ കൂടുതലാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി. എല്ലായിടത്തും പ്രോബബിലിറ്റി എന്നുണ്ട്. ഓക്കെ, അപ്പൊ തുക 5-ൽ കൂടുതൽ. 1-നോട് 4 കൂട്ടണം, അത് ഇതിലില്ല. 2-നോട് 3 കൂട്ടിയാൽ 5 കിട്ടുക, 5-ൽ കൂടണം. 3ഉം 2ഉം 5, 3 3 6. ഓക്കെ, ഒരെണ്ണം കിട്ടി. 3 3, 4 1 5 പറ്റില്ല. 4 2 ഓക്കെ. 4 3 7, അത് 5-നേക്കാൾ വലുതാണ്. അപ്പോൾ തുക 5-ൽ കൂടുതലുള്ള ജോഡികൾ, അപ്പോൾ pairs 3 pairs with sum greater than 5. അപ്പോൾ പ്രോബബിലിറ്റി 3 ആകെ 12, 1/4. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജോഡികൾ എഴുതിയിട്ട് ചെയ്യുക. ഇതും നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ 3 പാർട്ടായി 45 ചോദ്യങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി 4-ാം പാർട്ടിൽ നമുക്ക് 46 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അടുത്ത ഭാഗത്തിന് വേണ്ടി നമുക്ക് stay tuned for part 4. Thank you for watching. Bye.